ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് ഒരു പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. അപ്പോൾ അവിടെ ഞാൻ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്. ആ വീഡിയോസ് ഇവിടെ ഷെയർ ആവാറില്ല. അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് എൻ്റെ ചാനലിലെ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതും ക്ലിക്ക് ചെയ്ത് ചാനലിൻ്റെ മെമ്പർ ആവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ലിയോ. ആൻഡ് എന്താണ് നിങ്ങളുടെ മന്ത്ലി മെസ്സേജസ് നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ മെയ് മാസത്തിൻ്റെ ഓവറോൾ എനർജി 6 സോഡ്സ് ആണ്. ഓവറോൾ എനർജി നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 7 ഓഫ് സോഡ്സ്. മെയ് മാസത്തിൻ്റെ എനർജി നിങ്ങളുടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചർ എനർജി ഏസ് ഓഫ് സോഡ്സ്. നിങ്ങളുടെ ചാലഞ്ച് കിങ് ഓഫ് കപ്സ്. അഡ്വൈസ് ക്വീൻ ഓഫ് സോഡ്സ്. സർപ്രൈസ് ഫാക്ടറിൽ നൈറ്റ് ഓഫ് കപ്സ്. ഔട്ട്കം. അപ്പോൾ ലിയോ, കുറേ ആൾക്കാരെ കാണാണ്ട് നിങ്ങളുടെ എനർജിയിൽ. അപ്പോൾ മെയ് മാസം നിങ്ങൾ കുറേ ആൾക്കാരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവും, കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. 6 സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഈ മാസം കുറച്ചുകൂടി ഒരു സ്റ്റേബിലിറ്റിയിലേക്കാണ് നിങ്ങൾ പോണത്. ഇതിൻ്റെ മുമ്പേ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു, പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒരു കാമർ സ്റ്റേബിൾ എനർജിയിലേക്കാണ് പോണത്. നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി ഒരു ബാലൻസ് വരും. അപ്പോൾ ഈ 6 സോഡ്സ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവും ഈ മാസം. അതല്ല വെച്ചാൽ ഇതൊരു പുറമെ പോണ എനർജിയും ആവാം. ഓക്കെ, എവിടെയെങ്കിലും പുറമെ പോണ പ്ലാൻ ഉണ്ടാവും. അപ്പോൾ ഈ 6 സോഡ്സ് എന്താണ് ഇവിടെ? ഏസ് ഓഫ് വാൻഡ്സ്, 8 ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റ് ആയിട്ടായിരുന്നു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത് ഇതിൻ്റെ മുമ്പേ. ഞാൻ പറഞ്ഞ മാതിരി കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. അതിൻ്റെ കാരണം നിങ്ങൾക്ക് കുറേ ഒരു പേടിയായി. എന്തെങ്കിലും ഒരു റിസ്ക് എടുക്കാൻ, ഒരു ആക്ഷൻ എടുക്കാൻ, ഡിസിഷൻ എടുക്കാനും പോലെ നിങ്ങൾക്ക് കുറേ ഒരു പേടി ഉണ്ടായിരുന്നു. അത് ഈ ഡിസിഷൻ എടുത്താൽ അത് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല വെച്ചാൽ എന്താ ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റാഗ്നേഷനിലായിരുന്നു നിങ്ങൾ. കുറേ ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യായിരുന്നു. പക്ഷേ ഈ മാസം എന്തോ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇത് കുറേ എനർജി കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒരു പുതിയ എൻതൂസിയാസം ഉണ്ടാവും നിങ്ങൾക്ക്. ഒരു എക്സൈറ്റിംഗ് എനർജിയാണ് ഇത്. അപ്പോൾ ഇത് ജോലിയുടെ കാര്യത്തിലാവാം, അതല്ല വെച്ചാൽ ഒരു റൊമാൻറ്റിക് ഓഫർ ആവാം. പക്ഷേ ഇത് പാഷനറ്റ് ഓഫറാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ പുതിയ ബിഗിനിങ് ഉണ്ടാകുമ്പോൾ നിങ്ങളും കുറേ എക്സൈറ്റഡ് ആവും. എന്നുവെച്ചാൽ ഇതിൽ നിങ്ങൾ ഫൈനലി ഒരു കുറേ സ്റ്റാഗ്നൻ്റ് ആയ ഫേസ് കഴിഞ്ഞിട്ട് വരാൻ പോണ ഒരു പുതിയ ബിഗിനിങ് ആണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു എൻതൂസിയാസം ഉണ്ട് നിങ്ങളുടെ എനർജിയിൽ. 7 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ 7 ഓഫ് സോഡ്സ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. യൂഷ്വലി 7 ഓഫ് സോഡ്സ് ഒരു നെഗറ്റീവ് കാർഡാണ്. 7 ഓഫ് സോഡ്സ് ഇവിടെ എംപറർ എനർജി, ഏരീസ് എനർജി, കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇത് 2 ആൾക്കാരെ കാണാണ്ട് ഇവിടെ. ഒരു എംപറർ, ഒരു കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. ഇത് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലാവാം, നിങ്ങളുടെ ബോസ് ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾ ഫിനാൻഷ്യലി ക്ലയൻറ്റിൻ്റെ കൂടെ ഡീൽ ചെയ്യേണ്ട ഒരു സർവീസ് ഇൻഡസ്ട്രിയിലാണ് വെച്ചാൽ ഒരു ക്ലയൻറ്റിൻ്റെ എനർജി ആവാം. പക്ഷേ ഇത് ഒരു ഫിനാൻഷ്യൽ ഡീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ ഫിനാൻഷ്യലി ചതിച്ച മാതിരി ഒരു എനർജി.
നിങ്ങളെ മാന്യൂപ്പുലേറ്റ് ചെയ്തു, അവർ നിങ്ങൾക്ക് ശരിയായ ഇൻഫർമേഷൻ തന്നില്ല. അതുകൊണ്ട് ആരുടെ ഒരു ഫ്രോഡ് നിങ്ങൾ കണ്ടുപിടിച്ചു. ഒരു പേഴ്സൻ്റെ പിന്നെ ഇതൊരു ഫിനാൻഷ്യൽ ഫ്രോഡായിരിക്കാം, അതല്ല വെച്ചാൽ ഏതൊരു പേഴ്സൺ നിങ്ങളെ ഇങ്ങനെ മാന്യൂപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ കാര്യം പുറത്ത് വന്നു പാസ്റ്റിൽ. ഇപ്പോൾ ഇത് ഫിനാൻഷ്യൽ അല്ല വെച്ചാൽ ഇതൊരു റിലേഷൻഷിപ്പ് ആവാം. ഏതോ ഒരു പേഴ്സൺ ഇവിടെ നിങ്ങളെ മാന്യൂപ്പുലേറ്റ് ചെയ്യായിരുന്നു, ശരിയായ ഇൻഫർമേഷൻ തരുന്നുണ്ടായില്ല അവരെ കുറിച്ച്. അപ്പോൾ ഇവിടെ എന്തോ ഒരു ചതി പുറത്തു വരണു. ഓക്കെ, എന്തോ ഒരു ഇവൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ പാസ്റ്റിൽ. ഇപ്പോൾ കറണ്ട് എനർജിയിൽ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, ഒരു പുതിയ ഓഫറുടെ എനർജിയാണ്. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഓൾറെഡി അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു പുതിയ ഓഫർ വരും എന്ന്. 5 of Wands. പക്ഷേ കോമ്പറ്റീഷനും കുറേ ഉണ്ട്. ഈ ഓഫറുടെ കൂടെ വേറെ ആൾക്കാരും ഈ സെയിം ഓഫറിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യും. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. പക്ഷേ ഈ ഓഫർ നിങ്ങൾക്കാണ് കിട്ടുക, ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കാണ് കിട്ടുക. ഇതൊരു റിലേഷൻഷിപ്പാണ് വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ സിറ്റുവേഷന് പുറത്ത് വരും. കുറേ സ്റ്റേബിലിറ്റി ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ കുറേ ഒരു സ്റ്റേബിൾ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഏസ് സോൾസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ ഫൈനലി നിങ്ങളൊരു കുറേ സ്റ്റാഗ്നൻറ്റ് ഫേസിന് പുറത്ത് വരണു. ഏസ് സോൾസ് ഒരു സഡൻ ഐഡിയ, ഒരു പുതിയ ഐഡിയ ഇല്ല വെച്ചാൽ ഒരു ഓഫർ, ഒരു അൺഎക്സ്പെക്റ്റഡ് ഓഫർ. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായില്ല ഇത് ഇങ്ങനെ ഉണ്ടാവും എന്ന്. പക്ഷേ ഇതൊരു പുതിയ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ, ഒരു ന്യൂ സ്റ്റാർട്ട്. എന്താണ് ഇവിടെ 2 of Swords ഇത് വരുമ്പോൾ നിങ്ങൾ കുറേ കൺഫ്യൂസ്ഡ് ആവും. എന്താ വേണ്ടതെന്ന് അറിയണ്ടാവില്ല, എന്താ ഡിസിഷൻ എടുക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾ റെഡിയാണ് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് യൂണിവേഴ്സിനെ കൊണ്ടുവരണ ഒരു പുതിയ ബിഗിനിങ് ആണ്. ഇത് നിങ്ങൾക്കൊരു പുതിയ ഫേസിലേക്ക് കൊണ്ടുപോകണം. ഒരു ലൈഫിൽ ഇപ്പോൾ നമ്മളുടെ ഫേസസ് ഉണ്ടാവും, ഇതൊരു പുതിയ ഫേസാണ്, ഒരു പുതിയ സ്റ്റാർട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ അടുത്ത് ചിലവർക്ക് പുറമേ പോകാനുള്ള ചാൻസും ഉണ്ട് ഇവിടെ. ഓക്കെ, ഇപ്പോൾ കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ ഇത് ഇമോഷൻസിൻ്റെ എനർജിയാണ് കിങ് ഓഫ് കപ്സ്. ഈ മാസം നിങ്ങൾക്ക് ഇമോഷണലി കുറച്ച് നിങ്ങളുടെ കാര്യങ്ങൾ സൂക്ഷിക്കണം. ഇമോഷണൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് സൂക്ഷിക്കണം. അതുമാത്രമല്ല നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഞാൻ കാണേണ്ട, അതിൻ്റെ ആ റിലേഷൻഷിപ്പിൽ കുറച്ച് ചാലഞ്ചസ് ഉണ്ടാവാൻ വഴിയുണ്ട്. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. കിങ് ഓഫ് കപ്സ് ഒരു സ്കോർപ്പിയോ എനർജിയാണ്. ഇതൊരു ഫാമിലി മെമ്പർ ആയിരിക്കാം, അതല്ല ഒരു പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങൾ മാരിഡ് ആയിരിക്കാം, അതല്ല വെച്ചാൽ ഇത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പും ആവാം. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ എന്തോ പ്രോബ്ലംസ് ഉണ്ട്. അതാണ് നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം. ഓക്കെ, നിങ്ങളുടെ അഡ്വൈസ് ക്വീൻ ഓഫ് സോർഡ്സ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങളത് ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വേറെ പേഴ്സൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യരുത്. അത് മാത്രമല്ല വേറെ ആൾക്കാരെ നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ നോക്കേണ്ട വെച്ചാലും അത് സമ്മതിക്കരുത്. എന്നുവെച്ചാൽ ഇവിടെ എന്തോ ഒരു സെലിബ്രേഷൻ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. പക്ഷേ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മൾ വേറെ ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻസ്, ഫാമിലിയുടെ റെസ്ട്രിക്ഷൻസ്, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ ബ്ലോക്സ് ഉണ്ടാവും. ഓക്കെ, അത് ചാലഞ്ചസ് ആയിട്ട് നമ്മൾക്ക് എടുക്കാം. പക്ഷേ ചില സമയത്ത് നമ്മൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയണം. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. എന്നുവെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റി എന്തോ ഈ ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ശരിക്കും ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോണത്. ഇപ്പം വേറെ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ കിട്ടുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലവ് ലൈഫ്, നിങ്ങളുടെ മാരേജിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അതിലൊരു തേർഡ് പാർട്ടി ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അഡ്വൈസ് ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ ക്ലിയറായി കാര്യങ്ങൾ സംസാരിക്കുക. നിങ്ങളുടെ പാർട്ട്ണറുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ട് വെച്ചാൽ, എന്നുവെച്ചാൽ ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷനാണ്. അവർ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട വെച്ചാൽ ഈ കാര്യം ഓപ്പണായി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ കുറേ ഇത് മേ ബി നിങ്ങൾക്ക് ഇത് അറിഞ്ഞിട്ട് നിങ്ങളൊന്നും പറയാണ്ട് കണ്ടിന്യൂ ചെയ്യാൻ നോക്കിയാൽ ഇത് വർക്കൗട്ട് ചെയ്യില്ല. അത് അത്രയും നിങ്ങൾക്ക് വിഷമാവും ഫ്യൂച്ചറിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, അതിങ്ങനെ എന്തോ നടക്കുന്നുണ്ട് എന്നൊരു സംശയം ഉണ്ട് വെച്ചാൽ
അത് ക്ലിയറായി ഓപ്പണായി തുറന്ന് സംസാരിക്കുക, ക്ലാരിഫൈ ചെയ്യുക. എന്നുവെച്ചാൽ ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കില്ല, നമ്മൾ എന്തോ നമ്മളുടെ എന്തെങ്കിലും ഒരു പെർസെപ്ഷൻ ആയിരിക്കാം അത്, ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി അഫെയർ ഉണ്ട് അങ്ങനെ നമ്മൾക്ക് തോന്നുന്നുണ്ടാവും അങ്ങനെ. പക്ഷെ ചിലപ്പോൾ കാര്യം വേറെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അത് വെറുതെ നമ്മൾ എന്തിനാ മനസ്സിൽ വെക്കണത്? അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡൗട്ട്, ഒരു സംശയം ഉണ്ടാച്ചാൽ അതൊക്കെ ക്ലിയറായി ഓപ്പണായി സംസാരിക്കുക. വഴക്ക് ഇട്ട് ചെയ്യണം എന്നല്ല പറയണത്, പക്ഷേ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ആവും. നൈറ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസ് ഫാക്ടർ. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ഒരു റൊമാൻറ്റിക് മെസ്സേജാണ്. എന്താണ് ഈ നൈറ്റ് ഓഫ് കപ്സ്? ഇവിടെ 3 ഓഫ് സോഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ക്ലിയറായി സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടെ ഒരു പേഴ്സൺ മുമ്പത്തെ മാതിരി അത്ര എഫേർട്ട് ഇടില്ല. നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ഈ എഫേർട്ട് ഉള്ളത്, ആ മറ്റേ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ആ എഫേർട്ട് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താണെന്ന് വെച്ചാൽ എല്ലാം തുറന്ന് ക്ലാരിഫൈ ചെയ്യുക, സംസാരിക്കുക. ചിലപ്പോൾ അത് അത്രയും ഒരു എക്സ്ട്രീം കേസ് ആവില്ല, പക്ഷെ അങ്ങനെ ആണെച്ചാലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അറിയും അത് നിങ്ങൾക്ക് എന്താ വേണ്ട, ഫ്യൂച്ചറിൽ എന്താ ചെയ്യേണ്ടതെന്ന്. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെത്ത്. അപ്പോൾ എന്തോ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട്, ഒരു വലിയ മാറ്റം ഉണ്ടാവാൻ പോകുന്നുണ്ട്, ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട് ഈ മാസം. ഡെത്ത്, സ്കോർപ്പിയോ എനർജി. നിങ്ങളുടെ ലൈഫിൽ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ആരുടെ അടുത്തുനിന്ന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഹീൽ ചെയ്യണോ, റിക്കവർ ചെയ്യണോ. മെൻ്റലി നിങ്ങൾ കുറേ ഡിസപ്പോയിൻറ്റഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കണം. അതാണ് ഞാനിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ സ്കോർപ്പിയോ എനർജി ഉണ്ട്, ടോറസ് ഉണ്ട്, ഏരീസ് ഉണ്ട്, ജെമിനായി, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ കുറേ എനർജീസ് വാട്ടർ സൈൻ്റെ ഉണ്ട്. ആൻഡ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, ഏരീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ സൈൻസ്. നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് ഉള്ളത് പീസ്ഫുൾ റെസൊല്യൂഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എല്ലാം തുറന്ന് സംസാരിക്കുക, വഴക്കുണ്ടാക്കാണ്ട് തന്നെ നിങ്ങൾക്ക് സംസാരിച്ചിട്ട് തന്നെ ക്ലാരിഫൈ ചെയ്യാം. ദർ ഈസ് സംതിങ് ബെറ്റർ എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഈ മാസം അത്ര ഒരു പോസിറ്റീവ് നോട്ടിലല്ല പോണേച്ചാൽ എന്തോ ഒരു ബെറ്റർ ഫ്യൂച്ചർ വരുന്നുണ്ട് നിങ്ങൾക്ക്. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. ഓക്കെ, അപ്പോൾ ഈ മാസം കുറച്ചൊരു ടെൻഷൻ ഉണ്ടായാലും ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും ഒരു ബെറ്റർ ഫ്യൂച്ചർ ആവും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ലിയോ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.